ഞാനൊരു ഷീറ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഷീറ്റ്. ഷീറ്റ് നിങ്ങൾക്ക് ഒത്തിരി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നത്തില്ലായിരിക്കും, കാരണം അങ്ങനെ ഞാനൊരു ഫോമാറ്റിംഗ് ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഈ ഷീറ്റിനകത്ത് ഉള്ള ഇൻഫർമേഷൻസ് വളരെയധികം യൂസ്ഫുൾ ആണ്. അപ്പോൾ ഈ ഷീറ്റിൽ ഞാൻ ആദ്യമേ ഒരു കാര്യം പറയാം. ഞാനിവിടെ ഒരു റിസ്ക് റിവാർഡ് എന്ന് പറഞ്ഞൊരു സാധനം ചെയ്തിട്ടുണ്ട്, മാക്സിമം റിസ്ക് എന്ന് പറഞ്ഞിട്ട്. ഈ മാക്സിമം റിസ്ക് എന്ന് പറഞ്ഞ് വച്ചിരിക്കുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബേസിക്കലി നമ്മൾ എത്രയാണോ ഒരു ട്രേഡിൽ ടേക്ക് ചെയ്യാൻ പോകുന്ന റിസ്ക്, അതാണ് ഈ മാക്സിമം റിസ്ക് എന്ന് പറയുന്നത്. ഇത് റിസ്ക് ബേസ്ഡ് ആയിട്ടുള്ള ഒരു പൊസിഷൻ സൈസിൻ്റെ ബേസിലാണ് ഈ ഷീറ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. പല രീതിയിൽ നമുക്ക് പൊസിഷൻ സൈസ് ചെയ്യാം. നമുക്ക് നമ്മുടെ ലോഡ്സ് ഓരോന്നായിട്ട് ഇൻക്രീസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഫിക്സഡ് ലോഡ് സിസ്റ്റം വെച്ച് വേണമെങ്കിൽ പൊസിഷൻ സൈസ് ചെയ്യാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ ട്രേഡിലും ഒരു ലോട്ടായിരിക്കും ഞാൻ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ എൻ്റെ എല്ലാ ട്രേഡിലും 2 ലോട്ടായിരിക്കും ഞാൻ യൂസ് ചെയ്യുക. ഇങ്ങനെയുള്ള പല പല രീതിയിൽ. പക്ഷെ ബേസിക്കലി ഓപ്ഷൻ ട്രേഡേഴ്സിന് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ലോട്ട് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിനെക്കാളും എപ്പോഴും റിസ്ക് ബേസ്ഡ് ആയിട്ടുള്ള സിസ്റ്റമാണ് ബെറ്റർ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ക്യാഷ് മാർക്കറ്റിലെല്ലാം ചെയ്യാം, നമ്പേഴ്സ് ബേസ്ഡ് ആയിട്ടുള്ള സിസ്റ്റം അല്ലെങ്കിൽ ഫിക്സഡ് പൊസിഷൻ ബേസ്ഡ് സിസ്റ്റം ഒക്കെ ചെയ്യാം. പക്ഷേ ഓപ്ഷൻസിൽ എനിക്ക് കുറച്ചും കൂടെ യൂസ്ഫുൾ ആയിട്ട് തോന്നിയത് റിസ്ക് ബേസ്ഡ് ആയിട്ടുള്ള സിസ്റ്റമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓപ്ഷൻസിൽ എസ്പെഷ്യലി നിങ്ങളൊരു ഓപ്ഷൻ സെല്ലർ ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ മാനേജ് ചെയ്യേണ്ടത് നിങ്ങളുടെ പ്രോഫിറ്റിനെ മാനേജ് ചെയ്യേണ്ട കാര്യമില്ല, നിങ്ങളുടെ റിസ്കിനെയാണ് മാനേജ് ചെയ്യേണ്ടത്. അപ്പോൾ ആ റിസ്ക് എത്രയാണെന്ന് നിങ്ങൾ മുൻകൂട്ടി ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കപ്പാസിറ്റിയിൽ ആക്ട് ചെയ്യാൻ പറ്റുന്ന റിസ്ക് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് വളരെ ഈസിയാണ്. ആ റിസ്ക് ഓൾറെഡി നിങ്ങൾക്കറിയാം, അതനുസരിച്ച് മാനേജ് ചെയ്ത് പോയാൽ മതി. റിസ്ക് ഇന്നിപ്പോൾ ഒരു 3000-ലാണ് നിങ്ങൾ റിസ്ക് വർക്ക് ചെയ്യുന്നതെങ്കിൽ അടുത്ത ആഴ്ച അത് കുറച്ചും കൂടെ സ്കെയിൽ ചെയ്ത് ഒരു 4000 ആക്കാം, പിന്നീട് അത് 5000 ആക്കാം, അല്ലെങ്കിൽ 3500 ആക്കാം, 4000 ആക്കാം, 4500 ആക്കാം. ഈ രീതിയിലൊക്കെ നിങ്ങൾക്ക് ചെയ്യാം അല്ലേ. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പോകുന്നത് കൊണ്ട് നിങ്ങളുടെ സൈക്കോളജി ഒരിക്കലും അഫക്റ്റ് ആവത്തില്ല, നിങ്ങളുടെ റിസ്ക് മാനേജിങ്ങിൻ്റെ കപ്പാസിറ്റിയും ഇൻക്രീസ് ആവും.